ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഹരിത കേരള മിഷന്റെ പ്രചരണത്തിനായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഹരിത കേരളം എക്സ്പ്രസ് വാഹനം കോഴിക്കോട്ടെത്തി. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങുകയാണ് അധികൃതർ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. രാജ്യത്ത് അഭിപ്രായ പ്രകടനത്തിനുള്ള പൊതു ഇടം ചുരുങ്ങിപ്പോവുകയാണെന്ന് സാഹിത്യകാരൻ പ്രഭാവർമ്മ. പ്രഥമ ULCC വാഗ്ഭടാനന്ദ പുരസ്കാരം MTക്ക്. ഫാദർ ടോം ഉൾനാലിന്റെ മോചനത്തിനായി പ്രാർത്ഥനയോടെ സമൂഹം. തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കാനുള്ള ബൃഹത് പദ്ധതികളുമായി ഹരിത കേരള മിഷൻ. ഹരിത കേരളം എക്സ്പ്രസ് വാഹനം പര്യടനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് അഭിപ്രായ പ്രകടനത്തിനുള്ള പൊതു സാമൂഹ്യ ഇടം ചുരുങ്ങിപ്പോവുകയാണെന്ന് സാഹിത്യകാരൻ പ്രഭാവർമ്മ. വിയോജനാഭിപ്രായങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന സമൂഹമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഥമ ULCC വാഗ്ഭടാനന്ദ പുരസ്കാര പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെ ഒക്കെ അനുവദിക്കുന്ന ഒരു പൊതു ഇടം നമുക്കുണ്ടായിരുന്നു, പബ്ലിക് സ്ഫിയർ. ഈ പൊതു സാമൂഹിക ഇടം വല്ലാതെ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിയോജനാഭിപ്രായങ്ങളെ വളരെ അസഹിഷ്ണുതയോടുകൂടി നേരിടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ കനപ്പെട്ടു വരികയാണ്. മതനിരപേക്ഷതയ്ക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് നൽകുമെന്ന് സാഹിത്യകാരൻ പ്രഭാവർമ്മ അറിയിച്ചു. ബന്ധങ്ങളിലും മനുഷ്യന്റെ സാർവലൈംഗികതയിലും അഭിരമിച്ച് സ്വയം അടയാളപ്പെടുത്തിയ MTയും ആത്മവിദ്യയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ വാഗ്ഭടാനന്ദനും കാലങ്ങൾ തോറും പരത്തുന്ന ദീപസ്തംഭങ്ങളാണെന്ന് തിരിച്ചറിയുന്നതായും ഭേദചിന്തകളാൽ വ്യത്യസ്തമായ കള്ളികളിൽ അകപ്പെട്ടുപോയ പുതിയ സമൂഹത്തിന് അവാർഡ് പ്രഖ്യാപനം ഓർമ്മപ്പെടുത്തലാവുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 4-ാം തീയതി വടകര മടപ്പള്ളി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്നും ULCC ചെയർമാൻ രമേശൻ പാലേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിനിമം വേതനം ഉറപ്പാക്കുക, പെൻഷൻ സമ്പ്രദായം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സപ്ലൈകോ ജീവനക്കാർ സമരരംഗത്തിറങ്ങി. സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷണത്തിന് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. മിനിമം വേതനം, പെൻഷൻ സമ്പ്രദായം തുടങ്ങിയവയിൽ നിലനിൽക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാണിച്ചാണ് സപ്ലൈകോ ജീവനക്കാർ പ്രക്ഷോഭ സമരം ശക്തമാക്കിയത്. തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്ന സുപ്രീംകോടതി വിധി കാറ്റിൽ പറത്തി ജീവനക്കാർക്ക് വേതനം ഉറപ്പു നൽകാത്ത സംഭവത്തിൽ വൻ പ്രതിഷേധം ഉയർന്നു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ തസ്തികകളും സപ്ലൈകോ ജീവനക്കാർക്ക് അനുവദിക്കുക, ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷണത്തിന് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡെപ്യൂട്ടേഷൻ തൊഴിലാളികൾക്ക് ഗുണകരമല്ല. അനാരോഗ്യകരമായ ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കണമെന്നും വിഷയം CITU സംസ്ഥാന നേതൃത്വം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അത് ഈ സ്ഥാപനത്തിന് വേണ്ടിയല്ല, ആത്മാർത്ഥതയോടുകൂടിയല്ല ഈ സ്ഥാപനത്തിന്റെ വളർച്ച, നാട്ടുകാരുടെ ക്ഷേമമൊന്നും പരിഗണിച്ചല്ല പലരും ഡെപ്യൂട്ടേഷനിൽ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ അല്ലാതിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ മഹാഭൂരിപക്ഷത്തിന്റെയും നിലപാടും നിലയും വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സപ്ലൈകോ ജീവനക്കാരുടെ അവകാശ പത്രിക അംഗീകരിച്ച് നടപ്പാക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, പ്രൊബേഷൻ ഡിക്ലറേഷൻ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുക, താൽക്കാലിക ജീവനക്കാരുടെ മിനിമം വേതനം 600 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ധർണാ സമരത്തിൽ ഉയർന്നുവന്നത്. സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ബൈജു, ജോയിന്റ് സെക്രട്ടറി CK ധർമ്മരാജൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഹരിത കേരളം എക്സ്പ്രസ് വാഹനം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു.
പുതിയ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. നെല്ലറകളെ പ്രോത്സാഹിപ്പിച്ച് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനുള്ള ബൃഹത്തായ പദ്ധതികളാണ് ഹരിത കേരള മിഷനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹരിത കേരളം പദ്ധതി വ്യാപകമാക്കാനാണ് ഹരിത കേരളം എക്സ്പ്രസിന്റെ യാത്ര. കൃഷി, ശുചീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഹരിത കേരളം മിഷൻ ജില്ലയിൽ നടപ്പാക്കുന്നതിന് മുന്നോടിയായി വിപുലമായ അവബോധ പരിപാടികളാണ് നടക്കുന്നത്. പുതിയ സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ഹരിത കേരളം എക്സ്പ്രസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. നെല്ലറകളെ പ്രോത്സാഹിപ്പിച്ച് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനുള്ള ബൃഹത്തായ പദ്ധതികളാണ് ഹരിത കേരള മിഷനിലൂടെ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതി വിപുലമാക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണവും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു വലിയ യജ്ഞമായി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അതിന്റെ പ്രചാരണത്തിനു വേണ്ടിയാണ് ഹരിത കേരള എക്സ്പ്രസ് ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെയാകെ തട്ടി ഉണർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തന പരിപാടിയുമായി വന്നിട്ടുള്ളത്. ജില്ലയിലെ ആദ്യഘട്ട പര്യടനത്തിന്റെ ഭാഗമായി കലാകാരന്മാർ ഒരുക്കിയ സംഗീത വിരുന്ന് ഹരിത കേരളം എക്സ്പ്രസ് യാത്രയെ ആകർഷകമാക്കി. മണ്ണിനെയും കൃഷിയെയും നെഞ്ചോട് ചേർക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഗാനവിരുന്ന്. ഹരിത കേരളം പദ്ധതികളുടെ വിശദാംശങ്ങളും എക്സിബിഷനും എക്സ്പ്രസ് യാത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നടന്ന സ്വീകരണ ചടങ്ങിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ, NCC കേഡറ്റുകൾ തുടങ്ങിയവർ സംബന്ധിച്ചു. KSRTC വ്യാപാര സമുച്ചയത്തിന്റെ ടെൻഡർ നടപടികളിൽ നിന്നും തങ്ങളെ തള്ളിയിട്ടില്ലെന്ന് മാക് അസോസിയേറ്റ്സ്. ടെർമിനലിന്റെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് നിലവിലെ ടെൻഡർ റദ്ദു ചെയ്തതെന്നും പൂർത്തീകരിച്ച ശേഷം നടക്കുന്ന ടെൻഡറിലും മാക് അസോസിയേറ്റ്സ് പങ്കെടുക്കുമെന്നും സാരഥികൾ അറിയിച്ചു. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള വ്യാപാര സമുച്ചയത്തിനായി 4 ടെൻഡറുകളാണ് നിലനിന്നിരുന്നത്. അതിലേറ്റവും കൂടുതൽ തുക രേഖപ്പെടുത്തിയ ടെൻഡർ മാക് അസോസിയേറ്റ്സിന്റേതാണ്. 30 വർഷത്തേക്ക് KTDFC അനുവദിച്ചു നൽകിയ ലീസ് പ്രകാരം വ്യാപാര സമുച്ചയത്തിലെ പ്രവർത്തനങ്ങൾ നടത്താനായി പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ KTDCക്ക് കഴിഞ്ഞിട്ടില്ല. കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാത്തതുമൂലം ഫയർ NOC ലഭിക്കാത്തതിന്റെ പേരിൽ കെട്ടിടത്തിന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും നമ്പറും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ എഗ്രിമെന്റ് വയ്ക്കുന്നതിന് നിയമ തടസ്സവും ഉണ്ടായി. കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവാത്തതുകൊണ്ട് മാത്രമാണ് കമ്മീഷൻ ചെയ്യാത്തതെന്നും ഇതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നും മാക് അസോസിയേറ്റ്സ് സാരഥികൾ പറഞ്ഞു. നിലവിലെ ടെൻഡർ കോടതിയാണ് റദ്ദു ചെയ്തത്. കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്യില്ല. മാക്കിന്റെ പ്രപ്പോസലാണ് കോടതി അംഗീകരിച്ചതെന്നും പണി പൂർത്തീകരിച്ചതിനു ശേഷം വീണ്ടും ടെൻഡറിൽ പങ്കെടുക്കുമെന്നും മാക് അസോസിയേറ്റ്സ് സാരഥികളായ മുഹമ്മദ് ഷാ, അബ്ദുൽ കലാം എന്നിവർ പറഞ്ഞു. തീവ്രവാദികൾ ബന്ദിയാക്കിയ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി പ്രാർത്ഥനയോടെ സമൂഹം. സിറ്റി സെന്റ് ജോസഫ്സ് പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് അണിനിരന്നത്. ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയുടെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക പ്രാർത്ഥന. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് സമൂഹം. മാർച്ച് 4-ന് തീവ്രവാദികൾ ബന്ദിയാക്കിയ ഫാദറിന്റെ മോചനത്തിനായി സർക്കാർ ഇടപെടലുകൾ നടത്തിയിട്ടും ശാശ്വത പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് നഗരത്തിലെ ആരാധനാലയങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നത്. സിറ്റി സെന്റ് ജോസഫ് പള്ളിയിൽ ഫാദർ ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനായജ്ഞത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി വിശ്വാസികൾ പങ്കാളികളായി. നഗരത്തിലെ എല്ലാ കോൺവെന്റുകളിലെയും കന്യാസ്ത്രീകളെ പ്രത്യേകം ക്ഷണിച്ചായിരുന്നു പ്രാർത്ഥനായജ്ഞം. ദിവ്യകാരുണ്യ സന്നിധിയിലെ പ്രാർത്ഥനകൾ ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടെ വിശ്വാസികൾ. വാർത്തകളിൽ ഒരിടവേള. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ.
അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് മിനിമം വേജസ് കമ്മിറ്റി ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ 5 മാസം പിന്നിട്ടിട്ടും ഈ സർക്കാർ നടപ്പിലാക്കാത്തത് കടുത്ത തൊഴിലാളി ദ്രോഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്കൂളുകളിൽ 250 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്നും അധികം വരുന്ന ഒരു കുട്ടിക്ക് 1 രൂപ എന്നുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച മിനിമം വേജസ് കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഇതു സംബന്ധിച്ച് ഉത്തരവ് അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ 5 മാസം പിന്നിട്ടിട്ടും ഇടത് സർക്കാർ ഇത് നടപ്പാക്കിയിട്ടില്ല എന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. കൂടാതെ 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നത് 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നും അധികം വരുന്ന കുട്ടിക്ക് ഇപ്പോൾ വിനിമയത്തിൽ ഇല്ലാത്ത 25 പൈസ എന്നും ഇടതു സർക്കാർ ഭേദഗതി വരുത്തിയത് തൊഴിലാളികളോടുള്ള ദ്രോഹമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. തൊഴിലാളികൾക്ക് സർവീസ് വെയിറ്റേജും വാർഷിക ഇൻക്രിമെന്റും തുടങ്ങി ഒട്ടേറെ ഗുണപരമായ ആനുകൂല്യങ്ങളടങ്ങിയ ഉത്തരവ് ഉടൻ നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആനുകൂല്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറാകാത്ത ഇടതു സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജനുവരി 15-ന് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ പേരാമ്പ്ര നിയോജക മണ്ഡലം ഓഫീസിന് മുന്നിലേക്കും ഫെബ്രുവരി 26-ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഓഫീസ് പടിക്കലും മാർച്ച് 26-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലും പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബേപ്പൂർ അരക്കിണറിലെ വീട്ടിൽ വൻ കവർച്ച. കിടപ്പുമുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് 25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. അരക്കിണർ റെയിൽവേ ലൈനിന് സമീപം എരഞ്ഞിവയൽ കൊട്ടാരപ്പാട്ട് വീട്ടിൽ പ്രഭാകരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരക്കിണർ റെയിൽവേ ലൈനിന് സമീപം എരഞ്ഞിവയൽ കൊട്ടാരപ്പാട്ട് വീട്ടിൽ പ്രഭാകരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച പുലർച്ചെ 1-നും 3-നും ഇടയിലാണ് സംഭവമെന്നാണ് കരുതുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു. ജനലഴിയിലൂടെ കൈയിട്ട് അടുക്കളവാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് മുകളിലെ നിലയിൽ പ്രഭാകരനും ഭാര്യ കുമാരിയും കിടന്ന മുറിയിലെ അലമാര തുറന്നാണ് 15.5 പവനോളം വരുന്ന ആഭരണങ്ങൾ എടുത്തത്. 5 പവൻ സമീപത്തെ ശുചിമുറിക്ക് മുന്നിലായുള്ള അലമാരയിൽ നിന്നും എടുത്തു. വീട്ടിൽ ഇവരെ കൂടാതെ മകനും മകന്റെ ഭാര്യയുമാണുള്ളത്. മകൻ പ്രമേഷ് 10 ദിവസം മുമ്പാണ് ഖത്തറിൽ നിന്നെത്തിയത്. പ്രമേഷും ഭാര്യ ശ്രീജിതയും താഴത്തെ മുറിയിലാണ് കിടന്നിരുന്നത്. മോഷ്ടാക്കൾ പ്രഭാകരന്റെയും കുമാരിയുടെയും മൊബൈൽ ഫോണുകളും എടുത്തിരുന്നുവെങ്കിലും പ്രഭാകരന്റെ ഫോൺ വീടിനു പിന്നിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തി. കുമാരി സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൾ റസാഖ്, ചെറുവണ്ണൂർ നല്ലളം CI ദിനേശൻ കോറോത്ത്, ബേപ്പൂർ SI അജീഷ് എന്നിവർ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഗൃഹനാഥന്റെയും മറ്റുള്ളവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ PP ബീരാൻകോയ, പേരോത്ത് പ്രകാശൻ എന്നിവർ സ്ഥലത്തെത്തി. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരശാലകളിൽ അക്കൌണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഈ മാസം 13-ന് തിരുവനന്തപുരം അക്കൌണ്ടന്റ് ജനറൽ ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തുന്നത്. സർക്കാരിന്റെ കണക്കുകൾ പരിശോധിക്കുവാനും ഓഡിറ്റ് ചെയ്യുവാനും അധികാരപ്പെടുത്തിയ ഭരണഘടനാനുസൃത സ്ഥാപനമായ അക്കൌണ്ടന്റ് ജനറൽ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധന നടത്തുവാനുള്ള അധികാരമില്ലാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ സ്വർണ്ണ വ്യാപാരശാലകളിൽ പരിശോധന നടത്തിയതെന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാസം 13-ന് ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ തിരുവനന്തപുരത്തെ അക്കൌണ്ട് ജനറൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി B ഗിരിരാജൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കുക എന്നുള്ള മാറിയതുള്ളൂ. ഇതിന് എന്ത് ചെയ്താലും അവർ ഇന്നലെ 2-3 കടയിൽ അയക്കാൻ തുടങ്ങി. ഇനിയിപ്പം ഒരു 3 മാസം മാർച്ച് വരെ ഇത് എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒന്നുകിൽ ഇത് അവർ നിർത്താൻ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ കടയെടുപ്പ് സമരം ചെയ്താലേ ഇത് നടക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്.
സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന നയമാണ് സർക്കാർ നടത്തുന്നതെന്നും ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി പറഞ്ഞു. നോട്ട് റദ്ദാക്കൽ വിഷയത്തിൽ പരാജയജാള്യത മറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കടപരിശോധനയെന്നും നോട്ട് റദ്ദാക്കൽ തീരുമാനം പരാജയപ്പെടുത്തുന്നതിൽ സ്വർണ്ണ വ്യാപാരികൾക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സോഷ്യൽ സർവീസ് ഡേയുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തനത്തിന് കൈകോർത്ത് ഒരു സ്കൂൾ. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും PTA-യും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യമേളയും വിവിധ സ്റ്റാളുകളും ഒരുക്കി. അതിൽ നിന്നും പണം സ്വരൂപിച്ച് നിർധനരായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഈ സ്കൂൾ. സോഷ്യൽ സർവീസ് ഡേയുടെ ഭാഗമായി പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്തമായ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഒരു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും ഫാൻസി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഒറ്റനോട്ടത്തിൽ ഇതൊരു വിപുലമായ ആഘോഷമാണെങ്കിൽ ഈ ആഘോഷത്തിനു പിന്നിൽ കാരുണ്യത്തിന്റെ മാധുര്യമുണ്ട്. ഫാൻസി ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി PTA തട്ടുകട എന്ന ഭക്ഷ്യമേളയും അധ്യാപകർ രസകരമായ ഗെയിമുകൾ ചേർന്ന സ്റ്റാളുകളും ഒരുക്കി. തട്ടുകടയിലെ സ്വാദൂറും പലഹാരങ്ങളും പാനീയങ്ങളും പണം വാങ്ങി കൂപ്പൺ നൽകിയാണ് വിദ്യാർത്ഥികൾക്ക് വിപണനം നടത്തിയത്. അധ്യാപകർ ഒരുക്കിയ സ്റ്റാളുകളിൽ ഗെയിം കളിക്കുവാനും അത്തരത്തിൽ കൂപ്പണുകൾ ഏർപ്പെടുത്തി. ഇങ്ങനെ ഫാൻസി ഫെസ്റ്റിലൂടെ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് നിർധനരായ കുടുംബത്തിന് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് ഈ സ്കൂൾ. എല്ലാ വർഷവും ഇതിന്റെ ഭാഗമായി കിട്ടുന്ന പണം കൊണ്ട് ഒരു കുട്ടിക്ക്, പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുവരെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. ഈ വർഷത്തിന്റെ വീടിന്റെ നിർമ്മാണത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള ചികിത്സ, കൂടുതൽ തുക വേണ്ടി വരുന്ന ചികിത്സയ്ക്ക് വേണ്ട പണവും ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഈ സ്കൂൾ നടത്തിവരാറുണ്ട്. PTA പ്രസിഡന്റ് രമേശ് KP, വൈസ് പ്രസിഡന്റ് ജോലി ജെറോ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജസീന, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ധന്യ, അനീഷ് താമരക്കുളം തുടങ്ങി അധ്യാപകരും PTA പ്രതിനിധികളുമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. IFFK-യിൽ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള രജത ചകോരം ലഭിച്ച വിധു വിൻസെന്റിന് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ സ്വീകരണം നൽകി. മാധ്യമപ്രവർത്തകർക്കുള്ള അംഗീകാരമാണ് തനിക്ക് ലഭിച്ച പുരസ്കാരമെന്ന് വിധു വിൻസെന്റ് പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മൊമന്റോ സമ്മാനിച്ചു. സംസ്ഥാന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള രജത ചകോരം അവാർഡും മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി അവാർഡും നേടിയ മാൻഹോൾ സംവിധായിക വിധു വിൻസെന്റിന് കോഴിക്കോട് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ആദരം. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മെമന്റോ സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകർക്കുള്ള അംഗീകാരമാണ് തനിക്ക് ലഭിച്ച പുരസ്കാരമെന്ന് വിധു വിൻസെന്റ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് അത്തരം ചിന്താഗതികൾക്കെതിരായ പ്രതിരോധം കൂടിയാണ് സിനിമയെന്നും അവർ പറഞ്ഞു. എന്താ പറയാ, നമ്മുടെ ആരെങ്കിലും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായി കണക്കാക്കുമെന്ന് വെച്ചാൽ അതൊട്ടില്ലതാണ്. ഒരു താങ്ക്ലെസ് ജീവികളായിട്ടാണ് എപ്പോഴും നമ്മളെല്ലാവരുടെയും പ്രശ്നങ്ങൾ നമ്മൾ പുറത്തടിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഗമാണ് നമ്മൾ. നമ്മുടെ ഒരു തരം എന്താ പറയാ വിധിയാണ്, അല്ലെങ്കിൽ ഈ ജോലിയുടെ ഒരു വിധിയാണെന്നൊക്കെ പറയേണ്ടി വരും. സണ്ണിക്കുട്ടി എബ്രഹാം, ഗൌരിദാസൻ നായരടക്കം മുതിർന്ന മാധ്യമപ്രവർത്തകർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. തോട്ടിപ്പണി ചെയ്യുന്ന ചക്ലിയാർ സമുദായത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ അഭിനേതാക്കളായി എത്തുന്നവരിൽ ഏറെയും ഈ സമുദായത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, AV ഫർദീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. പുഷ്പങ്ങളുടെ ലോകം വാതിൽ തുറന്നു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. ഇരപിടിയൻ ചെടി മുതൽ ആഫ്രിക്കൻ കാടുകളിൽ കാണുന്ന ടൈഗർ ലില്ലി വരെയുള്ള വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളുമായാണ് ഈ മേള ആരംഭിച്ചത്.
കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ 40ാമത് കാലിക്കറ്റ് ഫ്ലവർ ഷോയ്ക്ക് മറൈൻ ഗ്രൌണ്ടിൽ തുടക്കം. അപൂർവ ഔഷധ സസ്യങ്ങൾ, പച്ചക്കറി വിത്തുകൾ, അലങ്കാര പൂച്ചെടികൾ, അപൂർവ ഇനം വിദേശ ചെടികൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചെടികളിൽ ജലവിനിമയവും ജലസംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. ആർക്കിടെക്ട് RK രമേശ്, സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ A അൻസാരി എന്നിവർ ചേർന്നാണ് പുഷ്പമേള ഒരുക്കുന്നത്. നിരവധി പേരാണ് പ്രദർശനം കാണാൻ വ്യാഴാഴ്ച മറൈൻ ഗ്രൌണ്ടിലെത്തിയത്. ചെലവൂരിലെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കൂത്താളി ജില്ലാ കൃഷി ഫാം, വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജലവിഭവ കേന്ദ്രത്തിന്റെ സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്യാനപാലന മത്സരങ്ങൾ, പുഷ്പറാണി, പുഷ്പരാജ മത്സരങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 17 സമാപിക്കുന്ന പുഷ്പമേളയിൽ എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളുണ്ടാവും. CWRDM, വെസ്റ്റ് ഹിൽ അടക്ക സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ കർഷകർക്കായി സെമിനാറുകളും സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു. തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. KV ബാബുരാജ്, P കിഷൻചന്ദ്, M രാജൻ, പുത്തൂർമഠം ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 100ാം വാർഷികാഘോഷങ്ങൾ ജനുവരി 13-ന് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. മെട്രോ E ശ്രീധരനെയും ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും ചടങ്ങിൽ ആദരിക്കും. 100ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 1917 രൂപം കൊണ്ട ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ 100ാം വാർഷികം ലയൺസ് ഡിസ്ട്രിക്ട് 318E ആഭിമുഖ്യത്തിൽ ജനുവരി 13-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ടാഗോർ സെന്റിനറി ഹാളിൽ ആഘോഷിക്കും. 113 ക്ലബ്ബുകളിൽ നിന്നായി 4000-ഓളം മെമ്പർമാർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയിൽ ഡൽഹി മെട്രോയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായ E ശ്രീധരനെയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും ആദരിക്കും. 35 വർഷം പ്രസ്ഥാനത്തിൽ സേവനം ചെയ്ത മുതിർന്ന മെമ്പർമാരെയും ആദരിക്കും. സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ കേന്ദ്രങ്ങളിൽ മടക്കിവെക്കാവുന്ന 25 ചക്രക്കസേരകളും, മെഡിക്കൽ കോളേജിലും കോട്ടപ്പറമ്പ് ആശുപത്രിയിലും സാധാരണ 25 ചക്രക്കസേരകളും, അർഹതയുള്ള 10 സ്ത്രീകൾക്ക് ഷീ ഓട്ടോസും നൽകും. കൂടാതെ 2.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോലൈറ്റ് അനലൈസർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി ലാബിന് വേണ്ടി സമ്മാനിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലയൺസ് കുടുംബത്തിൽപ്പെട്ടവരുടെ കലാപരിപാടികളും അരങ്ങേറുമെന്നും സാരഥികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നെക്സ്റ്റ് ലൈസൻസിംഗ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രതിഷേധ റാലി നടത്തി. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിജി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. MBBS പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന നെക്സ്റ്റ് ലൈസൻസിംഗ് പരീക്ഷയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ VG പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ, യൂണിയൻ ചെയർമാൻ അഖിൽ നബുഹാൻ, ശ്രേയ മറിയ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങൾ തെരുവിലിറങ്ങിയത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും വേണ്ടിയല്ല. ഞങ്ങൾ തെരുവിലിറങ്ങിയത് പൊതുജന ആരോഗ്യത്തിന് വേണ്ടിയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സ്വതന്ത്ര പ്രാക്ടീസും രജിസ്ട്രേഷനും ലൈസൻസിംഗ് പരീക്ഷ പാസ്സാകണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ നിയമ ഭേദഗതിയിൽ പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ 3 മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലി നടത്തിയത്. നെക്സ്റ്റ് പരീക്ഷ നിർബന്ധമാക്കുന്നതോടെ ഡോക്ടർമാരുടെ പഠനകാലം 6 വർഷമാകും. ഊർജ്ജകാര്യശേഷിയും സംരക്ഷണവും എന്ന വിഷയത്തെ അധികരിച്ച് ഊർജ്ജ കിരൺ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ബേപ്പൂർ, കോഴിക്കോട് സൌത്ത്, നോർത്ത് അസംബ്ലി മണ്ഡലങ്ങളിലെ വിവിധയിടങ്ങളിലാണ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത്. സ്ഥലം MLAമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയുമായി ചേർന്ന് കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം, ബേപ്പൂർ, കോഴിക്കോട് സൌത്ത്, കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലങ്ങളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഊർജ്ജകാര്യശേഷി വർദ്ധിപ്പിച്ച് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനുള്ള ബോധവൽക്കരണ പ്രായോഗിക പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് 9 വാട്ട് LED കിറ്റ് നൽകി സൌജന്യമായി ബൾബ് നിർമ്മാണം പഠിപ്പിക്കും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചെറുവണ്ണൂർ സംഗമം റെസിഡൻസ് അസോസിയേഷൻ, സൌത്ത് മണ്ഡലത്തിലെ പയ്യാനക്കൽ ദേശപ്രകാശിനി വായനശാല, നോർത്തിലെ 24ാം വാർഡ് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഏകോപന സമിതി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി അതാതിടങ്ങളിലെ MLAമാരായ VKC മുഹമ്മദ് കോയ, ഡോക്ടർ MK മുനീർ, A പ്രദീപ് കുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ കിരൺ ക്യാമ്പയിന്റെ ഭാഗമായി കൈതപ്പൊയിൽ MES ഫാത്തിമ റഹീം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജനുവരി 16-ന് തിങ്കളാഴ്ച സൌത്ത് മണ്ഡലത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു.
നാടൻ കലാമേളയ്ക്ക് നാടറിഞ്ഞ സമാപനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തനത് നാടൻ കലാമേള ഉത്സവം മംഗളം കളിയോടും നോക്കുപാവ കളിയോടും കൂടിയാണ് സമാപിച്ചത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തനത് നാടൻ കലാമേള ഉത്സവം സമാപിച്ചു. പഴയകാലത്തെ സാമൂഹിക വ്യവസ്ഥയിലേക്ക് വെളിച്ചം വീശിയ മംഗലം കളിയും അത്ഭുതവും കൌതുകവും പകർന്ന നോക്കുപാവക്കളിയും അരങ്ങേറി. ഫോക്ലർ അക്കാദമി അവാർഡ് ജേതാവ് KV പാറുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കൊടക്കാട് ചെമ്പകം ഗ്രാമീണ കലാഗ്രൂപ്പാണ് മംഗലം കളി അവതരിപ്പിച്ചത്. ആദിവാസി പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ജന്മിക്ക് മുന്നിൽ നടത്തുന്ന മംഗലം കളിയുടെ പുനരാവിഷ്കരണമാണ് അരങ്ങേറിയത്. തുടിതാളത്തിന്റെ അകമ്പടിയോടെയുള്ള പാട്ടിനനുസരിച്ച് വനിതകൾ ചുവടുവെച്ചാണ് മംഗലം കളി. കോട്ടയം മോനിപ്പള്ളിയിൽ നിന്നെത്തിയ 16-കാരി രഞ്ജിനിയാണ് കാണികളിൽ അത്ഭുതവും കൌതുകവും ജനിപ്പിച്ച നോക്കുപാവക്കളി അവതരിപ്പിച്ചത്. 2 അടി നീളമുള്ള കമ്പിൽ പാവകളെ വെച്ച് രഞ്ജിനി മേൽചുണ്ടിൽ ബാലൻസ് ചെയ്ത് നിർത്തി ചലിപ്പിച്ചു. കമ്പിന്റെ അറ്റത്ത് വെച്ച നിലവിളക്കിൽ തിരിതെളിച്ചാണ് ആരംഭിച്ചത്. തുടർന്ന് പഴയ നെല്ലുകുത്തുകാരി, മരം അറപ്പുകാർ, ഗരുഡൻ, ഹനുമാൻ, ആലയും കിളിയും, ആടുപാമ്പ്, കുരങ്ങ് തുടങ്ങി നിരവധി പാവകളെ അവതരിപ്പിച്ചു. ഓരോ പാവയുടെയും കഥ പാടിയും താളം കൊട്ടിയുമാണ് അവതരിപ്പിച്ചത്. തലശ്ശേരിയുടെ തനത് രുചിപ്പെരുമ നിലനിർത്തി നിറായിൽ പുതിയാപ്ല തക്കാരം. തലശ്ശേരിയിലെ പുതിയാപ്ല തക്കാരത്തിന്റെ വിഭവങ്ങൾ കോഴിക്കോടിന് പരിചയപ്പെടുത്തുകയാണ് ബീച്ചിലെ നിറായി റെസ്റ്റോറന്റ്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 12 വരെയാണ് നിറായിൽ ഭക്ഷ്യമേള നടക്കുന്നത്. തലശ്ശേരിയുടെ പുതിയാപ്ല സൽക്കാരത്തിന്റെ വിഭവങ്ങൾ കോഴിക്കോടിന് പരിചയപ്പെടുത്തുകയാണ് മലബാർ ഗ്രൂപ്പിന്റെ നിറായി റെസ്റ്റോറന്റ്. ജനുവരി 6 മുതൽ 15 വരെ വൈകിട്ട് 7 മണി മുതൽ രാത്രി 12 മണി വരെ നിറായിൽ നടക്കുന്ന ഭക്ഷ്യമേളയിൽ തലശ്ശേരിയുടെ സ്വന്തം 4 മണി പലഹാരങ്ങളായ ഉന്നക്കായ്, ചട്ടിപ്പത്തിരി, മുട്ടമാല, മണിസാക്ക്, കല്ലുമക്കായ് നിറച്ചത്, ബീഫ് പായ്ക്ക് തുടങ്ങിയവയോടൊപ്പം അടുക്കറൊട്ടി, കക്കറൊട്ടി, തേങ്ങാപ്പത്തിൽ, നെയ്പത്തിൽ, മുട്ടസുർക്ക, ചിക്കൻ ദം ബിരിയാണി, ചിക്കൻ കുടുക്ക ബിരിയാണി, പുതിയാപ്ല ചിക്കൻ കാന്താരി കോഴി നിറച്ചത് എന്നീ വിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നു. പിന്നെ ഇതിലെ ഫെസ്റ്റിവലിലെ പ്രധാന വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലശ്ശേരി നെയ്പത്തിരി, കണ്ണുവെച്ച പത്തിരി, തേങ്ങാപ്പത്തിരി, മുട്ടസുർക്ക, മുട്ടമാല, അങ്ങനെ ഒട്ടനവധി ബ്രെഡ് ഐറ്റംസുകളും കൂടാതെ നിരവധി റൈസ് ഐറ്റംസുകളും തലശ്ശേരിയിൽ മാത്രം കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവട കേന്ദ്രം ആരംഭിക്കുന്നതോടെയാണ് തലശ്ശേരി ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ അതിനേറെ മുമ്പ് തന്നെ തലശ്ശേരിയിൽ അധിവസിച്ചിരുന്ന വ്യാപാരികളിൽ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് വന്ന KE കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണ രീതികളിലെ സ്വാധീനമാണ് പ്രസിദ്ധമായ തലശ്ശേരി ബിരിയാണിയുടെ ഉത്ഭവത്തിന് പിറകിൽ. ഇത്തരത്തിൽ തലശ്ശേരിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ വിഭവങ്ങളോടൊപ്പം നിറായിയുടെ മാത്രം പ്രത്യേകതയായ കക്കറൊട്ടി, ആട്ടിൻതല റോസ്റ്റ്, കല്ലുമക്കായ് ചോറ്, കൊഞ്ചിച്ചോറ്, റാൻ ബിരിയാണി തുടങ്ങിയവയും ഭക്ഷ്യമേളയുടെ ഭാഗമായി നിറായി റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. കൃത്രിമ കളറുകളോ അജ്നാമോട്ടോ തുടങ്ങിയ രാസവസ്തുക്കളോ ചേർക്കാതെ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് നിറായിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. കോഴിക്കോടിന് അന്യമായിരുന്ന നാടൻ തലശ്ശേരി വിഭവങ്ങളും 4 മണി പലഹാരങ്ങളും വീടുകളിൽ പാകം ചെയ്യുന്ന അതേ രുചിയോടുകൂടി ലഭിക്കുമെന്നതാണ് നിറായി റെസ്റ്റോറന്റ് പ്രത്യേകതയെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് അഭിപ്രായ പ്രകടനത്തിനുള്ള പൊതു ഇടം ചുരുങ്ങിപ്പോവുകയാണെന്ന് സാഹിത്യകാരൻ പ്രഭാവർമ്മ. പ്രഥമ ULCC വാഗ്ഭടാനന്ദ പുരസ്കാരം MTK. ഫാദർ ടോം ഉൾനാലിന്റെ മോചനത്തിനായി പ്രാർത്ഥനയോടെ സമൂഹം. തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കാനുള്ള ബൃഹത് പദ്ധതികളുമായി ഹരിത കേരള മിഷൻ. ഹരിത കേരളം എക്സ്പ്രസ് വാഹനം പര്യടനം ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.